ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അത്ഭുതകരമായ മനസ്സിനെ തൊടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നിശബ്ദത, മൗനത്തിൻ്റെ ശക്തി, ദി പവർ ഓഫ് സൈലൻസ്. അതെ, നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നേ നിശബ്ദത എന്ന് പറയുമ്പോൾ? അതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചിന്തിക്കുന്നുണ്ടോ? പക്ഷേ ഈ നിശബ്ദത ഒരു സാധാരണ ശാന്തതയല്ല. ഇതൊരു മഹാസമുദ്രം പോലെയാണ്. പുറമേ ശാന്തം, പക്ഷേ ആഴങ്ങളിൽ അനന്തമായ ശക്തിയും മാന്ത്രികതയും ഒളിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഈ നിശബ്ദതയ്ക്കുമുണ്ട് ഒരു പ്രത്യേക ശക്തി, ഒരു ആയുധം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന്. ശബ്ദമില്ലായ്മ എന്നത് വെറും ഒഴിഞ്ഞ ഒരിടമല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ നമ്മളെ സുഖപ്പെടുത്താനും പുതിയ ചിന്തകൾ നൽകാനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഈ നിശബ്ദതയ്ക്ക് കഴിയും. നമ്മളെ നമ്മളായിട്ടും മറ്റുള്ളവരുമായിട്ടും ഈ പ്രപഞ്ച ശക്തിയുമായിട്ട് പോലും ആഴത്തിൽ ബന്ധിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഈ നിശബ്ദതയുടെ മായാജാലം അനുഭവിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ഈ നിശബ്ദതയുടെ ലോകത്തേക്ക് ഒരു യാത്ര നടത്താം. ഇതൊരു സാധാരണ വീഡിയോ അല്ല, നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ ആത്മാവിനെ തൊടുന്ന ഒരു അനുഭവമായിരിക്കും. അപ്പോൾ എന്താണ് നിശബ്ദത എന്ന് നോക്കാം. എന്താണ് ഈ നിശബ്ദത എന്ന് ചോദിച്ചാൽ, അതൊരിക്കലും പുറത്തു നിന്നുള്ളൊരു കാര്യമല്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ്. വെറുതെ മിണ്ടാതിരിക്കുന്നതോ ഒന്നും ചെയ്യാതിരിക്കുന്നതോ അല്ല നിശബ്ദത. നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തത കണ്ടെത്തുക എന്നതാണ് അതിൻ്റെ പ്രധാന കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഒരു ബഹളമായി മാറുമ്പോൾ, നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് മെസ്സേജുകൾ, ജോലിസ്ഥലത്തെ തിരക്ക്, വീട്ടിൽ കുട്ടികളുടെ കുസൃതി, നിങ്ങൾ ഒരു നിമിഷം നിശബ്ദതയിലേക്കൊന്ന് പോയി നോക്കൂ. ആ നിമിഷം നിങ്ങളുടെ മനസ്സ് ഒരു കണ്ണാടി പോലെ തിളങ്ങും. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. നിശബ്ദത ഒരു വിശുദ്ധ ഇടമാണ്. നിങ്ങളുടെ ഉള്ളിലെ പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള ഒരു പാലം. നിങ്ങൾ എപ്പോഴാണോ ഈ നിശബ്ദത സ്വീകരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്നൊരു ബഹളമോ അസ്വസ്ഥതയോ ഉണ്ടാകില്ല. ശാന്തമായ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ചിന്തകൾ കേൾക്കാനും ഈ വലിയ ലോകവുമായി ഒരു ബന്ധം തോന്നാനും സാധിക്കും. ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത പോലെയാണ് നിശബ്ദത. സംഗീതത്തിലെ രണ്ട് സ്വരങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ ഇടവേള, നമ്മൾ ശ്വാസം എടുക്കുന്നതിനിടയിലെ ഒരു സമയം. ചുറ്റും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സമയത്ത് ഈ നിശബ്ദത ബുദ്ധിയുള്ള ആളുകൾക്കൊരു രക്ഷാകേന്ദ്രം പോലെയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിലെ പഴയ ആചാരങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായിട്ടിരിക്കും. ആ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സ് ഒരു ദീപം പോലെ പ്രകാശിക്കും. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം, നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ഇനി ഈ നിശബ്ദതയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിശബ്ദത എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നോക്കാം. നിശബ്ദത ഒരു ശൂന്യതയല്ല, അതൊരു അവസ്ഥയാണ്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിങ്ങളുടെ ഉള്ളിലെ ശബ്ദങ്ങളെ കേൾക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ഈ ലോകം എപ്പോഴും ഒരു തിരക്കിലാണല്ലേ. ഒരു നിമിഷം പോലും നമുക്ക് ശാന്തത കിട്ടാത്തൊരു ലോകം. പക്ഷേ നിശബ്ദതയിൽ നിങ്ങളുടെ യഥാർത്ഥ നീ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനൊരു കഥ പറയാം. നമ്മുടെ നാട്ടിലെ പ്രശസ്തനായ കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തൻ്റെ മിക്ക കവിതകളും ഉണ്ടായത് ഒരു നദിയോരത്ത് ഒരു നിശബ്ദതയിൽ ഇരുന്നപ്പോഴാണെന്ന്. ആ നിശബ്ദതയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രകൃതിയോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് ഒന്നായി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് അത്ഭുതകരമായ വരികൾ പിറന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദത ഒരു സമാധാനത്തിൻ്റെ ദ്വീപാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു പ്രോജക്റ്റിൻ്റെ തിരക്കിനിടയിൽ ഒരു 5 മിനിറ്റ് ഒരു ശാന്തമായ ഇടത്തിരുന്ന് നിങ്ങളുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കൂ. ആ നിമിഷം നിങ്ങളുടെ മനസ്സൊരു കുളിർമഴ പോലെ ശാന്തമാകും. നിശബ്ദത ഒരു ഔഷധമാണ്. നിങ്ങളുടെ സമ്മർദ്ദത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്കണ്ഠയെ എല്ലാം ഒഴുക്കിക്കളയും. നിശബ്ദതയിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു ദേവാലയത്തിൽ ആ നിശബ്ദതയിൽ ഒരു ശക്തി അനുഭവപ്പെടുന്നുണ്ടോ?
നിശബ്ദത ഒരു പുണ്യയിടമാണ്, ദൈവവുമായി സംസാരിക്കാനുള്ള ഒരിടം. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു ശബ്ദം, നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദം നിങ്ങളെ നയിക്കാൻ തുടങ്ങും. ആ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നിങ്ങളുടെ യഥാർത്ഥ വഴി, നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാനൊരു ഉപമ പറയാം. നിങ്ങളുടെ മനസ്സൊരു തടാകം പോലെയാണ്. ശബ്ദങ്ങളും തിരക്കുകളും ആ തടാകത്തിൽ കല്ലെറിയുന്നു, അത് കലങ്ങി മറിയുന്നു. പക്ഷേ ഒരു നിമിഷം നിങ്ങൾ നിശബ്ദതയിലിരുന്നാൽ ആ തടാകം ശാന്തമാകും. അപ്പോൾ ആ തടാകത്തിൻ്റെ അടിത്തട്ടിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. അതാണ് നിശബ്ദതയുടെ മാന്ത്രിക ശക്തി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം 5 മിനിറ്റെങ്കിലും ഒരു ശാന്തമായ ഇടത്തിലിരിക്കൂ. ഒരു മെഴുകുതിരി കത്തിച്ച് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ വെറുതെ നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിച്ച് ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ, നിങ്ങളുടെ അമ്മയോടോ, നിങ്ങളുടെ അച്ഛനോടോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ നിങ്ങൾ എപ്പോഴാണ് ഏറ്റവും അടുപ്പം അനുഭവിക്കുന്നത്? വാക്കുകൾ കൊണ്ട് ഒരുപാട് സംസാരിക്കുമ്പോഴാണോ, അതോ ഒന്നും പറയാതെ നിശബ്ദതയിൽ, ഒരു നോട്ടത്തിൽ, ഒരു സ്പർശത്തിൽ നിങ്ങളുടെ ഹൃദയം അവരോട് സംസാരിക്കുമ്പോഴാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒരു നിമിഷം നിശബ്ദത പങ്കുവെക്കൂ. ഒരു കപ്പ് ചായയുമായിട്ട് വീടിൻ്റെ ബാൽക്കണിയിൽ ഒന്നും പറയാതെ വെറുതെ പ്രകൃതിയെ നോക്കിയിരിക്കൂ. ആ നിമിഷം നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും. നിശബ്ദതയുടെ ശാന്തതയിൽ നമ്മുടെ ടെൻഷനും ഉത്കണ്ഠയും പതുക്കെ ഇല്ലാതാവുകയും ഒരുതരം ശാന്തതയും സമാധാനവും നമ്മളിലേക്ക് വരികയും ചെയ്യും. മനഃപൂർവ്വം കുറച്ച് സമയം നിശബ്ദതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നമ്മൾ നമ്മളിലെ പിരിമുറുക്കവും കുറയ്ക്കുകയും ഊർജം വീണ്ടെടുക്കുകയും ഈ ബഹളങ്ങൾക്കിടയിലും ഒരു ബാലൻസ് കണ്ടെത്തുകയും ചെയ്യും. നിശബ്ദത ഒരു നല്ല സെൽഫ് കെയർ രീതിയാണ്. ഇത് നമ്മുടെ ദിവസത്തെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും കൂടുതൽ നന്നായി നേരിടാൻ നമ്മെ സഹായിക്കും. അതായത് നിങ്ങളുടെ ജീവിതം എപ്പോഴും ഓട്ടമല്ലേ? ജോലി, കുടുംബം, സുഹൃത്തുക്കൾ, സമൂഹ മാധ്യമങ്ങൾ എല്ലാം നിങ്ങളുടെ ഊർജം കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു വിശ്രമം ആവശ്യമല്ലേ? നിശബ്ദത ആ വിശ്രമമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാര്, എഴുത്തുകാര്, ചിന്തകര് അവരെല്ലാം നിശബ്ദതയിൽ നിന്നാണ് അവരുടെ പ്രചോദനം കണ്ടെത്തിയത്. നിശബ്ദത ഒരു ഫലഭൂഷ്ടമായ മണ്ണാണ്. അവിടെ നിങ്ങളുടെ ആശയങ്ങൾ വളരുന്നു. നിങ്ങളുടെ മനസ്സൊരു വനം പോലെയാണ്. ശബ്ദങ്ങളും തിരക്കുകളും ആ വനത്തെ കുഴപ്പത്തിലാക്കും. പക്ഷേ നിങ്ങൾ നിശബ്ദതയിൽ മുഴുകുമ്പോൾ ആ വനം ശാന്തമാകും. അവിടെ നിങ്ങളുടെ ഉള്ളിലെ പക്ഷികൾ പാടാൻ തുടങ്ങും, പുഷ്പങ്ങൾ വിരിയും. നിങ്ങളുടെ സർഗാത്മകത നിശബ്ദതയിൽ പറക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദത ഒരു ശീലമാക്കൂ. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കൂ. ഒരു പുസ്തകവുമായിട്ട് അല്ലെങ്കിൽ ഒരു കപ്പ് ചായയായിട്ട് ഇരിക്കൂ. ആ നിമിഷം നിങ്ങളുടെ ജീവിതം ഒരു പൂന്തോട്ടം പോലെ വിരിയും. ഇനി നമുക്ക് എങ്ങനെ നിശബ്ദതയെ ജീവിതത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ദിവസത്തിൽ കുറച്ച് സമയം നിശബ്ദതയ്ക്ക് മാറ്റിവെക്കുക. പുലർച്ചെയോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ 5 മിനിറ്റ്. രണ്ടാമത്തേത്, ഫോണ്, TV, മറ്റു ഉപകരണങ്ങൾ കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കുക. ഈ സമയത്ത് വെറുതെ ഇരിക്കുക, ശ്വാസം ആഴത്തിലെടുക്കുക, മനസ്സിനെ ശാന്തമാക്കുക. മൂന്നാമത്തെ കാര്യം, പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക എന്നതാണ്. നാലാമത്തെ കാര്യം, സംഭാഷണത്തിൽ നിശബ്ദത പാലിക്കുക. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിശബ്ദത പാലിക്കുക. അതിലൂടെ അവർക്ക് കൂടുതൽ തുറന്നു പറയാനുള്ള അവസരമാകും. ഇനി നിശബ്ദതയെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നത് ഒരു വലിയ മാറ്റമാണ്. ആദ്യം അത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നാം, പക്ഷെ പതിയെ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനാകും. നിശബ്ദതയുടെ ആ ശക്തി നിങ്ങൾ അനുഭവിച്ചാൽ ജീവിതം കൂടുതൽ സമാധാനവും സന്തോഷവും നിറഞ്ഞതായിത്തീരും. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക്